എൻ്റെ പേര് ലില്ലി, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോസഫ്. ഞങ്ങൾ നാഗപ്പൂരാണ് താമസിക്കുന്നത്. 60 വർഷമായിട്ട് നാഗപ്പൂരാണ്. ഇവിടെ ഞങ്ങളുടെ വീട് തൃശ്ശൂർ കേച്ചേരിക്കടുത്ത് പാറന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ മക്കളുമൊക്കെ ഉണ്ട്. മൂത്ത മോൻ കുവൈറ്റിലാണ്, രണ്ടാമത്തെ മോൻ ബോംബെയിലാണ്. മോള് ഒരാളുള്ളത് നാഗപ്പൂരാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ജപമാലയുടെയും മാതാവിൻ്റെയും ഭക്തന്മാരാണ്. എല്ലാ സമയവും ഞങ്ങൾ കൊന്ത തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കും. കാലത്ത് അരമണിക്കൂർ സമയം നടക്കാൻ പോകുമ്പോഴും കൊന്തയുണ്ടാവും കയ്യിൽ. എൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഞാൻ കൊന്ത ചൊല്ലിയിട്ടാണ്. ഒരു കൊന്ത കഴിഞ്ഞ് കുറച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് നടക്കുമ്പോഴും തിരിച്ചു വരിക. അത്രയും കൊന്ത ഞങ്ങൾ ചെല്ലാറുണ്ട്. പറ്റാവുന്നതും കൊന്ത എത്ര കൊന്ത ചെല്ലാൻ സാധിക്കുന്നുവോ അത്രയും കൊന്ത ചെല്ലാറുണ്ട്. ടി വിയിൽ 7:30 മണിയിലേക്ക് വരുന്ന ഷാലോൺ ടി വിയിലെ കൊന്ത മിക്ക ദിവസവും കൂടാറുണ്ട്. ചില ദിവസങ്ങളിൽ പകുതിയായാലും അതിൽ കൂടും, ഒരു രഹസ്യമായാലും അതിൽ കൂടും. ചിലപ്പോൾ ലുത്തിനിയായിരിക്കാം, അപ്പോഴും ഞങ്ങൾ കൂടാറുണ്ട്. ചിലപ്പോൾ പണിയുള്ള സമയത്ത് മുഴുവൻ കൊന്തയിൽ കൂടാൻ പറ്റാത്ത സമയത്ത് ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. പറ്റാവുന്നതും മുഴുവൻ കൊന്ത കൂടാറുണ്ട്. മിക്ക ദിവസവും ഷാലും കൊന്തയിൽ കൂടാറുണ്ട്. ഞങ്ങൾ ചെല്ലുന്നത് കണ്ട് എൻ്റെ മക്കളും എല്ലാവരും കൊന്ത ചെല്ലും. ഒരു ദിവസം പോലും രാത്രിയിലെ കൊന്ത ഞങ്ങൾ മുടക്കിയിട്ടില്ല. എവിടെ പോയി വന്നാലും ഒരു രഹസ്യമെങ്കിലും ചെല്ലാതെ ഞങ്ങൾ ഉറങ്ങാറില്ല. എത്ര പള്ളി പോയി പ്രാർത്ഥിച്ചാലും കുടുംബ പ്രാർത്ഥന ഒരിക്കലും അത്ര തക്ക കാരണം ഉണ്ടെങ്കിൽ മാത്രമേ മുടക്കിയിട്ടുള്ളൂ. ആ കൊന്ത ഞങ്ങൾക്ക് വലിയൊരു ശക്തിയാണ്. ദിവസ പ്രാർത്ഥനയുടെ ആ കൊന്ത ഏറ്റവും വലിയ ശക്തിയാണ്. കുടുംബ പ്രാർത്ഥന എല്ലാ മക്കൾക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണല്ലോ നമ്മുടെ കൊന്ത ചെല്ലുന്ന രാത്രിയിലെ കുടുംബ പ്രാർത്ഥന. അതിൽ മെയിൻ കൊന്തയാണല്ലോ. ഞങ്ങൾ എല്ലാ ദിവസവും മുടക്കാതെ ചെല്ലാറുണ്ട്. അത് ഞങ്ങളുടെ മക്കളോടും പറഞ്ഞു കൊടുക്കാറുണ്ട്. എവിടെ പോകുമ്പോഴും അമ്മേ ആരെങ്കിലും പ്രാർത്ഥിച്ചല്ലാതെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാറില്ല. അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഏതൊരു സംഭവം വന്നാലും അടുക്കളയിൽ വരെ ഒരു മാതാവിൻ്റെ ഫോട്ടോ വെച്ചിരിക്കുകയാണ് ഞങ്ങൾ. ആ ഫോട്ടോയിൽ ദുഃഖങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ ഞങ്ങൾ പറയും, അമ്മയോട് പറയും. അങ്ങനെയാണ് എല്ലാ പണികൾ ചെയ്യുമ്പോഴും എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ കൊന്തയും പ്രാർത്ഥനയും അമ്മയോടുള്ള പ്രാർത്ഥനയുമാണ്. ഈ കൊന്തയുടെ ശക്തി കൊണ്ടാണ് ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നില്ല. ഒത്തിരി കഷ്ടപ്പെട്ട് ഞങ്ങൾ ജീവിക്കുന്ന സമയമായിരുന്നു. വീട് വയ്ക്കാനൊരു നിവൃത്തിയില്ലാത്ത സമയത്ത് അപ്പച്ചന് റെയിൽവേയിലാണ് അപ്പച്ചൻ ജോലി ചെയ്യുന്നത്. കുടുംബ പ്രാരാബ്ദങ്ങളുള്ള ഒരു വീട്ടുകാരാണ് ഞങ്ങൾ. അതുകൊണ്ട് നാട്ടിലും വീട്ടിലും ഒക്കെ നോക്കേണ്ട ഒരു പ്രാരാബ്ദം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ കഴിവനുസരിച്ച് ഞങ്ങൾ എല്ലാവരെയും സംരക്ഷിച്ചിട്ടുണ്ട്. പറ്റാവുന്ന വിധത്തിൽ നോക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊരു വീടിന് വേണ്ടി ഒത്തിരി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കൊന്ത ചൊല്ലിയിട്ടും പ്രാർത്ഥനയിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടായിരിക്കണം മാതാവ് ഞങ്ങൾക്കൊരു വീട് പെട്ടെന്നാണ് ഞങ്ങൾക്ക് തന്നത്. അത് ഒരിക്കലും വിചാരിക്കാത്തൊരു സമയത്താണ്. 60 വയസ്സിൽ 58 വയസ്സിൽ റിട്ടയർമെൻ്റ് ആവാൻ പോകുന്ന സമയത്ത് 6 മാസമേ ഉള്ളൂ ഞങ്ങൾക്ക് 3 മക്കളും കല്യാണപ്രായമായ മക്കൾ. വീടുമില്ല. ഒരു വീടിന് വേണ്ടി കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങളൊരു വീട് ബുക്ക് ചെയ്യണു. മോളുടെ കല്യാണത്തിന് വെച്ച പൈസയായിരുന്നു. അതുകൊണ്ട് വീട് ബുക്ക് ചെയ്തു. കല്യാണം ശരിയാവാത്തത് കൊണ്ട് വീട് ബുക്ക് ചെയ്തു. ഏകദേശം പൈസയൊക്കെ കൊടുത്തതിന് ശേഷം ഇതാ മോളുടെ കല്യാണവും ശരിയാവുന്നു. ആ കല്യാണം ശരിയായപ്പോൾ ആ വീട് വിറ്റിട്ടെങ്കിലും ഞങ്ങൾ കല്യാണം നടത്തണമെന്ന് ആഗ്രഹമായി. എന്തുകൊണ്ടെന്നാൽ മോൾക്കും ഒരു 10-24 വയസ്സായി. അപ്പോൾ അവളും കല്യാണപ്രായമായി. മോനാണെങ്കിൽ 10-33 വയസ്സായി, അവനും കല്യാണപ്രായമായി. എല്ലാ മക്കളും കല്യാണപ്രായമായി നിൽക്കുമ്പോൾ വീടുമില്ല, മക്കളുടെ കല്യാണവും കഴിഞ്ഞിട്ടില്ല. എങ്ങനെ ഞങ്ങളൊരു വാടകപ്പുരയിൽ പോകും?
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ റെയിൽവേ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. അവിടുന്ന് ഞങ്ങൾക്കൊരു വീട് ശരിയാക്കി, അഡ്വാൻസ് കൊടുത്തു. വീട് ശരിയാക്കി എല്ലാം 6 മാസം കൊണ്ട് വീട് വേണം എന്ന് പറഞ്ഞിട്ടാണ് വീട് കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ചത്. ആ സമയത്താണ് അപ്പച്ചന് 58 വയസ്സിൽ റിട്ടയർ ആവാൻ 6 മാസമേ ഉള്ളൂ. ആ സമയത്ത് 60 വയസ്സിലെ റിട്ടയർമെൻ്റ് എന്നും പറഞ്ഞ് ഗവൺമെൻറ് റൂള് വന്നു. അത് പ്രകാരം 60 വയസ്സ് വരെ ജോലി കിട്ടി. ഞങ്ങൾ ഉടനെ ലോൺ എടുത്തു. മോളുടെ കല്യാണക്കാര്യവും ശരിയായി. മോളുടെ കല്യാണവും നടത്തി. ഞങ്ങൾ ഡിസംബർ 27-ാം തീയതി മോളുടെ കല്യാണം നടത്തി. ജൂൺ 27-ാം തീയതി മോൻ്റെ കല്യാണവും നടത്തി. ഒക്ടോബർ 24-ാം തീയതി ഞങ്ങൾ പുതിയ വീട്ടിൽ താമസവും മാറ്റി. ഒരു പൈസയും ഇല്ലാത്ത ഞങ്ങൾ ഇത്രയധികം ലക്ഷങ്ങൾ ചെലവാക്കി ഇത്രയും വലിയ കാര്യങ്ങൾ നടത്തി തന്ന ഞങ്ങൾക്ക് നന്ദി പറയാൻ വാക്കുകളില്ല. എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവുകയില്ല. അത്രമാത്രം അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഞങ്ങളുടെ ഏറ്റവും പ്രാർത്ഥനയാണ് കൊന്ത. ഏത് സമയവും നമുക്ക് ചെല്ലാവുന്ന ഒരു പ്രാർത്ഥന കൊന്ത. എൻ്റെ മൂത്ത മകൻ്റെ പേര് നിൽസൺ എന്നാണ്. അവന് കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചുണ്ട്. അവന് കല്യാണം കഴിഞ്ഞ സമയത്ത്, കൊച്ചുമായ സമയത്ത് അവൻ്റെ കമ്പനി പെട്ടെന്ന് പൂട്ടിപ്പോയി. ഒരു വർഷത്തെ ഒരു മാസം കുറേ കാലത്തെ ശമ്പളവും കിട്ടിയില്ല. ഒരു ബെനിഫിറ്റും കമ്പനിയിൽ നിന്ന് കിട്ടിയില്ല. അവൻ 10-13 വർഷം അവിടെ ജോലി ചെയ്തതാണ്. ഒന്നും കിട്ടാതെ അവൻ വെറും കൈയോടെ തിരിച്ച് കമ്പനിയിൽ നിന്ന് പോരേണ്ടി വന്നു. അങ്ങനെയുള്ള സമയത്ത് എൻ്റെ മോൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളും എല്ലാവരും, വീട്ടുകാരും, വീട്ടിലെ മക്കളും അപ്പനും അമ്മയും എല്ലാവരും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട്. അവനും പ്രത്യേകമായിട്ട് കൊന്ത ചൊല്ലുന്ന ഒരു വ്യക്തിയാണ്. അവനൊത്തിരി പ്രാർത്ഥിക്കും. പുലർച്ചെ ഇരുന്ന് പ്രാർത്ഥിക്കും. അവന് സമയം കിട്ടുമ്പോൾ എല്ലാം ഗ്രോട്ടോയിൽ പോയി കൊന്ത ചൊല്ലി വരും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവന് ജോലിക്ക് വേണ്ടി എൻ്റെ ആങ്ങളെ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ആങ്ങളയോട് ഞാൻ പോയി പറഞ്ഞു, അവൻ്റെ ജോലി ഇങ്ങനെ കമ്പനി പൂട്ടിപ്പോയി, അവനെ കൊണ്ടുപോകണം. എന്നാൽ സത്യത്തിൽ അവന് പുറത്തേക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയായിരുന്നു. അവന് എപ്പോഴും അപ്പൻ്റെയും അമ്മേരെയും കൂടെ വീട്ടിൽ ജീവിക്കണം. പുറത്ത് ജോലിക്ക് പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ അവൻ്റെ കഷ്ടകാല നേരമായിരിക്കാം, അവന് നാഗ്പൂർ ഒരു ജോലി ശരിയാക്കി കിട്ടിയില്ല. പോയതൊന്നും അവന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ ജോൺസൺ പറഞ്ഞൊരു കാര്യം ചെയ്യേ, നീയെ നാഗ്പൂരെ ഫയർ എഞ്ചിൻ കോളേജിൽ പോയിട്ട് പഠിച്ചിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന അവിടെ എൻ്റെ കമ്പനിയിൽ ഞാൻ ഫയർ എഞ്ചിൻ ജോലി തന്നെ എനിക്ക് ഏർപ്പെടുത്തി തരാം. ആ ഗ്യാരണ്ടിയിൽ എൻ്റെ മോൻ പോയി, നാട്ടിൽ പോയി അവനെ കണ്ട് സംസാരിച്ച് വന്നതിന് ശേഷം നാഗ്പൂർ ആ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്ത് അവൻ പഠിക്കാൻ തുടങ്ങി. ഒരു 10-35 വയസ്സ് പ്രായമുണ്ട് അവന്. അപ്പോൾ ഒരു കൊച്ചുമുണ്ട്, ഭാര്യയുമുണ്ട്. അവൻ്റെ ഭാര്യ ജോലിക്ക് പോയി തുടങ്ങി, ടീച്ചറായിട്ട് ജോലിക്ക് പോയി തുടങ്ങി. അങ്ങനെ പോയി അവൻ പഠിച്ച് 6 മാസത്തെ കോഴ്സ് എടുക്കാൻ പോയി. 1 കൊല്ലത്തെ ഡിപ്ലോമ എടുത്തു. അവിടെ പോയി പഠിച്ചിട്ട് BCom പഠിച്ച കുട്ടിയായിരുന്നു. പഠിച്ച് ഡിപ്ലോമ എടുത്ത് കുറേ കാലം അവന് ജോലി, എന്നിട്ടും കിട്ടാതെ സമയമാവാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ഏക ആശ്രയം കൊന്ത ചൊല്ലി ഗ്രോട്ടോയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ കുടുംബം ഒന്നിച്ച്, ഞാനും അപ്പനും അമ്മയും മക്കളും എല്ലാവരും വീട്ടിലും കൊന്തയും ചൊല്ലി പ്രാർത്ഥനയും മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അവൻ്റെ ജോലിക്ക് ശരിയായി. അവൻ്റെ വിസ കിട്ടി. ഒരു 10 പൈസ ചിലവില്ലാതെ അവനെ കുവൈറ്റിലേക്ക് കൊണ്ടുപോയി അവന് ജോലി ശരിയായതിന് ശേഷം അവന് ജോലി അവിടെ മനസ്സിലാവാതെ, അവൻ വേറൊരു കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. LBയിലെ ജോലിയുടെ പ്രാക്ടീസ് മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ ആ ജോലി മനസ്സിലാവാതെ അവൻ കുറേ കഷ്ടപ്പെട്ടു. ആ കഷ്ടപ്പെട്ട സമയത്താണ് അവൻ തിരിച്ചു പോരാ വേണ്ടേ, അവിടെ നിൽക്കുക വേണ്ടേന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു തീപിടുത്തമുണ്ടായി. ആ തീപിടുത്തത്തിൽ അവിടെ രക്ഷിച്ചു. അവിടെ കമ്പനിയെ അവൻ തീ കെടുത്തി. എല്ലാവരും കമ്പനിയിൽ നിന്ന് എല്ലാവരും താഴത്തേക്ക്. അങ്ങനെയാണ് അവിടുത്തെ റൂള്. എന്തെങ്കിലും അപകട സൈറൻ കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഓടിപ്പോകണം. പക്ഷേ ഇവൻ ഓടി മുകളിൽ കയറി തീ കെടുത്തി.
തീ കെടുത്തിയതിന് ശേഷം അവനെ എല്ലാവരും കൂടി കെട്ടിപ്പിടിച്ച് താഴെ ഇറക്കി അവന് ജോലിയും പ്രമോഷനും ഇന്നത്തെ ഈ നിലയിൽ അവനെ ആ ഒരു കാരണത്താൽ അവനെ എത്തിച്ചു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അവന് ഓഫീസിൽ ജോലിയും ഒക്കെ കിട്ടി. ഇന്ന് അവൻ നല്ല നിലയിൽ ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ മകനും ബോംബെയിൽ നല്ല ജോലി ചെയ്യുന്നു. അവനും അതേപോലെ ജോലി പോയി കഷ്ടപ്പെട്ടതാണ്. പിന്നെ അവനും ജോലിയൊക്കെ ശരിയായി. അവർ 3 മക്കളും, എൻ്റെ താഴെയുള്ള മകൾ അവൾ ടീച്ചർ ജോലി ചെയ്യുന്നു, മരുമകൻ ഗവൺമെൻറ് ഓഫീസിൽ ജോലി ചെയ്യുന്നു. എല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥന കണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട്, അപ്പൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ബലമാണല്ലോ മക്കൾക്ക് ശക്തി കിട്ടുന്നത്. അത് ഞങ്ങളുടെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ മാതാവിനോട് നന്ദി പറയുന്നു. മാതാവിനോട് കൊന്ത ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നടക്കാൻ പോകുമ്പോഴും ഇരിക്കുമ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ കൊന്ത ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. വീട്ടു പ്രാർത്ഥന മുടക്കാറില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. കൊന്തയാണ്, മാതാവിനോടുള്ള കൊന്തയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. കൊന്ത ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ അമ്മ കേൾക്കാതിരിക്കുകയില്ല എന്നുള്ളത് പൂർണ്ണ വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ അങ്ങനെയാണ് അനുഭവങ്ങൾ. ഞങ്ങൾക്ക് ഓരോ അനുഭവങ്ങളും എടുത്തു പറയാൻ പറ്റാത്ത 100 കണക്കിന് അനുഭവങ്ങളുണ്ട്. എല്ലാം ഞങ്ങളുടെ അമ്മയുടെ അനുഗ്രഹമാണ്. അമ്മയോടൊപ്പം അമ്മയുടെ മകനോടും പ്രാർത്ഥിക്കും. മകനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ അമ്മയോടും പ്രാർത്ഥിക്കും. കൊന്തയും ചെല്ലും, ഈ കൊന്തയും ചെല്ലും, തിരുഹൃദയ കൊന്തയും ചെല്ലും, കരുണക്കൊന്തയും ചെല്ലും. കൊന്ത കയ്യിൽ നിന്നൊഴുകിയ നേരമില്ല. ഒരേ സമയമനുസരിച്ച് കൊന്തകൾ ചെല്ലും. ഇതാണ് ഞങ്ങളുടെ ജീവിതം. ഈ ജീവിതത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ നിലയിൽ, ഞങ്ങളൊരു നല്ല നിലയിൽ ജീവിക്കുന്നു. റിട്ടയറായ അപ്പച്ചൻ റിട്ടയറായാലും പെൻഷനെ കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്കും നല്ല ജോലിയായി, മക്കളും ജീവിക്കുന്നു, ഞങ്ങളും സുന്ദരമായി ജീവിക്കുന്നു. ഇത് നമ്മുടെ മാതാവിൻ്റെയും അമ്മ ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസവും, എവിടെ പോയാലും മക്കളുടെ കൂടെ അമ്മയുണ്ടായിരിക്കണമേ എന്നുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും, എന്താപത്ത് വന്നാലും അപകടങ്ങൾ വന്നാലും എന്ത് വിഷമസ്ഥിതികൾ വന്നാലും നമ്മുടെ കുടുംബങ്ങളിലുണ്ടാവുമല്ലോ. ഓരോ വിഷമസ്ഥിതിയിൽ അമ്മയെ കാത്തുരക്ഷിക്കണേ എന്ന് ഉടനെ പറയും. അമ്മേ എന്നുള്ള വിളി മാത്രമാണ് ഞങ്ങൾക്ക് വീട്ടിലുള്ളത്. കിട്ടുന്ന സമയമെല്ലാം കൊന്തയും ചെല്ലും, ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ആരുടെയെങ്കിലും സങ്കടങ്ങൾ കേട്ടാൽ, പ്രാർത്ഥിക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് വേണ്ടിയും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പച്ചന് കുറേ വിഷമസ്ഥിതികൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ സമയത്തും ഓരോ വിഷമങ്ങൾ വരുമ്പോഴും മാതാവ് രക്ഷിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ പ്രാർത്ഥനയുടെയും കൊന്തയുടെയും ഫലമാണെന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. ഒരു പ്രാവശ്യം കൊച്ചുമോളേനെയും കൊണ്ട് സ്കൂളിൽ പോണ സമയം സൈക്കിളുമിലാണ് പോയിരുന്നത്. ആ സൈക്കിളുമ്മ പോയ സമയത്ത് മോള് ചെറുതായിരിക്കുമ്പോൾ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റിലാണ് മോള് പഠിച്ചിരുന്നത്, നാഗപ്പൂര്. ആ പോണ സമയത്ത് കൊച്ചിനെയും കൊണ്ട് സ്കൂളിൽ വിടാൻ പോണ സമയത്ത് ഒരു ട്രക്ക് ബ്രേക്ക് പൊട്ടിയിട്ട് മുന്നിൽ കൂടെ മെയിൻ റൂട്ടിൽ കൂടെ വരികയാണ്. സൈക്കിളുമേ അപ്പച്ചനും അതിൻ്റെ പിന്നാലെ ആളുകളൊക്കെ ഉണ്ട്. കൊച്ചിനെയും കൊണ്ട് ഒരുത്തിരിക്കും ഓടാൻ പറ്റാത്ത പരിസ്ഥിതി. മെയിൻ റൂട്ടിലാണ് സംഭവം. എൻ്റെ കൊച്ചു ഞാനിപ്പം മരിച്ചു. തൊട്ടടുത്തെത്തി, ട്രക്ക് തൊട്ടടുത്തെത്തി. കണ്ണുകളടച്ചു. മാതാവേ, എൻ്റെ മോളും ഞാനും പോയില്ലോ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച സമയം കണ്ണ് തുറന്നു നോക്കുമ്പോൾ ആ ട്രക്ക് ഒരു മുടിനാഴിയുടെ ദൂരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ആ ട്രക്ക് പോയി ഒരു പഞ്ചാബികളുടെ ഗുരുദ്വാരയായിരുന്നു. ആ ഗുരുദ്വാരയുടെ മതിലുമേ ചെന്ന് ഇടിച്ച് ആ ട്രക്ക് നിന്നു. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ട്രക്കില്ല. ട്രക്ക് ആ മതിലുമേ ചാരി കിടക്കണു. ഈ ഒരു സംഭവം ഒത്തിരി അതിശയകരമായ സംഭവമാണ്. എങ്ങനെ എന്നെ എൻ്റെ മോളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞോടിയേ, ഇന്നൊരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം ഉണ്ടായേ? ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഞാൻ എൻ്റെ മോള് മരിച്ചു പോകേണ്ടതാണ്. അത് ആ ഗുരുദ്വാര മതിലുമേ ചെന്ന് ട്രക്ക് നിന്നു എന്ന് പറഞ്ഞ് എന്നോട് സംഭവങ്ങളൊക്കെ വിവരിച്ചു. ഞാൻ കുട്ടിയെ സ്കൂളിൽ കൊണ്ട് ചെന്നാക്കി. അതിനുശേഷം തിരിച്ച് ഗ്രോട്ടിൽ പോയി കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു, കൊന്ത ചൊല്ലി. എന്നിട്ടേ വീട്ടിലേക്ക് തിരിച്ചു വന്നുള്ളൂ. ഞാൻ ചോദിച്ചാൽ എന്താ ഇത്ര ലേറ്റായി?
അപ്പോഴാണ് പറയണത് എത്രയോ വലിയ സംഭവം ഒന്ന് നടന്നു, എന്നെ രക്ഷിച്ച മാതാവിൻ്റെ അടുത്ത് പോയി നന്ദി പറയാൻ പോയതാണ് ഞാൻ, എന്നെ എൻ്റെ മോളെയും കണ്ടിരുന്നില്ല നീ എന്ന് പറഞ്ഞ അന്നൊരു സംഭവം. അതുപോലെ തന്നെ പല കൽക്കട്ടയിൽ ജോലി ചെയ്തിട്ടുണ്ട്. കൽക്കട്ടയിൽ ജോലി ചെയ്ത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആരോ തട്ടി വന്ന് വിളിച്ചിട്ട് എഴുന്നേൽക്ക്, തലോണരച്ചോടെ പാമ്പുണ്ട്, നീ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് തട്ടി വിളിച്ച് എഴുന്നേറ്റ് നോക്കുമ്പോൾ തലോണ തട്ടി നോക്കിയപ്പോൾ തലോണരച്ചോടെ ഏറ്റവും ഉഗ്രസർപ്പമായിരുന്നു, പത്തിയൊക്കെ ആയിട്ട് വിഷമുള്ള വലിയ പാമ്പ്. എയറോഡ്രാമിൽ അന്ന് ജോലി ചെയ്തിരുന്ന സമയത്താണ്, പുറത്താണ് കിടക്കുക. അങ്ങനെ പല സംഭവങ്ങളിൽ നിന്നും മാതാവല്ലാതെ ആരാണ് നമ്മൾ രക്ഷിക്കുന്നത്, തട്ടി വിളിക്കുന്നത് ആരാണ്? അങ്ങനെ പല സംഭവങ്ങളിലും അപ്പച്ചനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഓഫീസിൽ ചില കേസുകളിലൊക്കെ പെട്ടിട്ട് അപ്പച്ചൻ മാത്രം ആ കേസിൽ പെട്ടിട്ടില്ല. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതിനുള്ള കാരണവും അതിനുള്ള ശക്തിയും ആ സമയത്ത് ചെയ്യേണ്ടതായ ജോലി ചെയ്യാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. മാതാവ് കൂടെയുണ്ട്. ആ സമയത്ത് ഏത് തെറ്റാണെന്ന് തോന്നിയ സംഭവം മനസ്സിലാക്കി അത് തിരുത്തി എഴുതി ഇത്രയും വലിയ കേസ്, എത്രയോ ആൾക്കാർ പെട്ട കേസിൽ നിന്ന് അപ്പച്ചൻ മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് എത്രയോ വലിയ കാര്യങ്ങളാണ്. മറ്റുള്ളവരൊക്കെ പെട്ടാലും വിഷമം വേദനയും ഒക്കെ ഉണ്ട്, എങ്കിലും അപ്പച്ചൻ്റെ പേര് അതിൽ വന്നിട്ടില്ല. അത് ഒത്തിരി അതിശയമായ കാര്യങ്ങളാണ്. അതിനുള്ള ബുദ്ധിയും അതിന് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് ശക്തിയും തന്നത് മാതാവാണ്. വേറെ ആരാണ് നമുക്ക് അതിനുള്ള ശക്തി തരുന്നത്? അങ്ങനെയുള്ള പല കാര്യങ്ങളും അപ്പച്ചനും ഉണ്ടായിട്ടുണ്ട്. വളരെയധികം കാര്യങ്ങൾ അങ്ങനെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഏതൊരു സംഭവം വീട്ടിൽ നടക്കുമ്പോഴും കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച്, പ്രത്യേകം അപ്പച്ചന് സമയം കിട്ടുമ്പോൾ അപ്പച്ചൻ തന്നെ വണ്ടിമേ പോയിരുന്ന് പ്രാർത്ഥിക്കും. എന്നെ ആരെങ്കിലും കൊണ്ടുപോകണം, അത് കാരണം ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. അപ്പച്ചനോട് പൊക്കോളാൻ പറയും. ഞാൻ വീട്ടിലിരുന്ന് കൊന്ത ചൊല്ലും. ഞാൻ വീട്ടിലിരുന്ന് ഷാലോമിലെ കൊന്തയിൽ കൂടും. അപ്പോഴും ആ മാതാവിനെ ഓർത്തിരുന്ന് കൊന്ത കൂടും. അങ്ങനെ ഞങ്ങൾ കൊന്തയുടെ ഭക്തന്മാരാണ്. കൊന്ത ഒത്തിരി ചെല്ലാറുണ്ട്. സമയം കിട്ടുമ്പോഴെല്ലാം കൊന്ത ചെല്ലാറുണ്ട്. മെയ് മാസം, ഒക്ടോബർ മാസം വരുമ്പോൾ എത്ര കൊന്ത ചെല്ലാൻ എനിക്ക് സാധിക്കും അത്രയും കൊന്ത ഞാൻ ചെല്ലാറുണ്ട്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കൊന്ത കയ്യിലുണ്ടാവും. കൊന്ത ചൊല്ലി ഞാനത് മറ്റുള്ളവരോട് പറയുകയും ചെയ്യും. ചേച്ചി നടക്കാൻ പോകുന്നുണ്ടോ എന്ന് അടുത്തുള്ളവർ ചോദിക്കും. അപ്പോൾ കൊന്ത കാണിക്കും. എൻ്റെ നടത്തേ കൊന്തയാണ്. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. ഞാൻ നടക്കുകയും ചെയ്യും. അതേമാതിരി ഒരേ പ്രാർത്ഥനയും നടക്കുമ്പോഴും ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് നടക്കാറുണ്ട്. പറ്റാവുന്ന സമയമൊക്കെ നമ്മുടെ മനസ്സിലെ കൊന്ത ചെല്ലാൻ നമുക്ക് ആരുടെയും ആശ്രയം വേണ്ട. എത്രയോ നല്ലൊരു പുണ്യ പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കതിന് ഒരാളുടെ റെക്കമെൻഡും വേണ്ട, ഒരാളുടെ സമയവും വേണ്ട. നമുക്കിഷ്ടപ്പെട്ടപ്പോൾ നമുക്കിഷ്ടമുള്ളപ്പോഴൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അനുവാദമുണ്ടല്ലോ. നമുക്കതിനൊരു ദൈവത്തിനെ തന്നിട്ടുണ്ടല്ലോ, ഒരു അമ്മയെ തന്നിട്ടുണ്ടല്ലോ, അമ്മയുടെ മകനെയും തന്നിട്ടുണ്ടല്ലോ. നമുക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, ഇഷ്ടമുള്ളത് പ്രാർത്ഥിക്കാം, നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഒരു ദൈവഭക്തി നമുക്കുള്ളത് എത്രയോ നന്ദി പറഞ്ഞാലും തീരുകയില്ല. നമുക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിൻ്റെ മുമ്പ് നന്ദി പറയാതെ ഞാൻ കിടക്കാറില്ല. ദൈവമേ, ഇന്ന് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും നന്ദി. അമ്മേ, ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ ഉറങ്ങാൻ പോവാറും നടക്കാറും എല്ലാം അമ്മയ്ക്ക് കാഴ്ചവെച്ചുകൊണ്ടാണ് ചെയ്യാറുള്ളത്. അതോടെ ഞങ്ങൾക്ക് പറ്റാവുന്ന കൊന്ത ഞങ്ങൾ ജപമാല ഞങ്ങൾ ചൊല്ലി അമ്മയ്ക്ക് അർപ്പിക്കാറുണ്ട്.